അല്ല സാറേ, അങ്ങനെ പറയില്ല, നിങ്ങൾ പോവല്ലായിരുന്നു സാറേ. അയാൾ പോയപ്പോൾ ഞാൻ കൂടെ പോയി. അപ്പോഴാണ് അയാൾ അടിക്കുന്നത്. എത്ര തവണ അടിച്ചു? 2-3 പ്രാവശ്യം 4 പ്രാവശ്യം അടിച്ചു. എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ ആ ഒറ്റ അടിയിൽ തന്നെ എനിക്കാകെ തരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുഖത്തടിച്ചു. ഇവിടെ കൊണ്ടത് ഫസ്റ്റില്. നമ്മളൊക്കെ വാഹനങ്ങളുമായി റോട്ടിൽ ഇറങ്ങുന്നവരാണ്. അവർ പല തരത്തിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരാണ്. പല സമയങ്ങളിൽ നമ്മൾ ഈ പോലീസ് പരിശോധന കണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പോലീസ് പരിശോധന അതിരുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഇന്നലെ ഒരു ഡ്രൈവറെ അകാരണമായ ഒരു പോലീസുകാരൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. കാക്കി ഇട്ടില്ല, അതായത് കാക്കി യൂണിഫോം ഇട്ടില്ലെന്നതിന്റെ പേരിൽ ഫൈൻ അടയ്ക്കാൻ 250 രൂപ ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് അവർ റെസിപ്റ്റ് നൽകിയപ്പോൾ അതിനകത്ത് 500 രൂപ കാണിക്കുകയും, അതുകൊണ്ട് ആ ഘട്ടത്തിൽ സാറേ എനിക്കിത് അടക്കാൻ കഴിയില്ല എന്ന് കുറച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ മാത്രം മുഖത്തടിക്കുകയും പബ്ലിക്കായി പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു ഡ്രൈവറുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. ആ ഡ്രൈവർ മലപ്പുറം സ്വദേശിയായ ജാഫർ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇന്നലെ 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതെ, ഇന്നലെ 10:30-11 മണിയോടുകൂടിയാണ്. ഞങ്ങൾ ക്യാഷ് എടുത്ത് മഞ്ചേരി ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് എടുത്ത് തിരിച്ച് മലപ്പുറത്തോട്ട് വരുന്ന വഴിയാണ് കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊരു 50 മീറ്റർ ദൂരം ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് വെച്ചാണ് സംഭവം. അവർ കൈ കാണിച്ച് കച്ചേരിപ്പടി കഴിഞ്ഞ് മലപ്പുറത്തോട്ട് വരുന്ന ഇതിൽ അപ്പോൾ കൈ കാണിച്ചപ്പോൾ ഞാൻ സൈഡാക്കി സൈഡിലിട്ട് വണ്ടി ഞാൻ ഇറങ്ങി വന്നു. എന്ത് വണ്ടിയായിരുന്നു ഓടിച്ചിരുന്നത്? ബൊലോറ ക്യാഷ് വാൻ ആണ്. നമ്മൾ ATM-ലേക്ക് പണം ബാങ്കിലേക്ക് സുരക്ഷയോട് കൂടി പണം കൊണ്ടുവന്ന ഗാർഡുമാരുണ്ട്, വണ്ടിയിൽ ഗാർഡുണ്ട്, ഓഫീസ് മറ്റേ ക്ലർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പോയി വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലീസുകാരൻ വന്ന് പിറകിൽ നിന്ന് വണ്ടീൻ്റെ നമ്പറൊക്കെ അടിച്ചു നോക്കി, വണ്ടിക്ക് എന്തെങ്കിലും ഇതുണ്ടോന്ന് ഒക്കെ ക്ലിയർ ആണ്. വണ്ടി സ്വന്തം വണ്ടിയല്ല, അല്ലല്ല, വേറെ കമ്പനിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈവറായി പോകുന്ന ആളാണ്. അത് തുച്ഛമായ ശമ്പളമുള്ളൂ, 15,000 രൂപ ശമ്പളത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേറെ ജോലിക്കും പോലുണ്ട്, വേറെ ഹൗസ് ഡ്രൈവറായിട്ട് വിളിക്കുമ്പോൾ പോകും. അപ്പം അതിൽ വേറെ ആളെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റലൊക്കെയാണ്. അങ്ങനെ പോകുന്ന ഇതിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ 250 രൂപ അടിച്ചതാണ്. അപ്പം എന്താ സാറേ കാക്കിടാത്തോണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാക്കിടാത്തോണ്ട് തന്നെയാണ് 250 അടിച്ചാടാണ്. അപ്പോൾ സാറേ ആകെ അതിന് കുറഞ്ഞ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, 350, 400, 500 രൂപേൻ്റെ ഉള്ളിലെ ശമ്പളമുള്ളൂ, എനിക്ക് ഒരു ദിവസം കിട്ടുന്നതേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് തരി, ഇങ്ങനെ ഞാൻ വല്ലപ്പോഴൊക്കെ കയറുന്ന ആളുമാണ്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് തരി എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞു. അപ്പോൾ അയാൾ വേറൊരു ഇന്നോവ വെഹിക്കിളിനെ അയാൾ കൈ കാണിച്ച് നിർത്തിയിട്ട് അവരെന്താ പറ്റി എന്താ കേസ് എനിക്കറിയില്ല. അപ്പോൾ അവർ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്, വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർ ഈ ക്യാമറ എടുത്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ പിഴ കൊടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കശപിശക്ക് വർത്താനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ലൈസൻസ് ഒക്കെ വാങ്ങിയിട്ട് ടൈപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ സ്ലിപ്പ് വന്നു, മെഷീനിൽ സ്ലിപ്പ് വന്നപ്പോൾ 500 രൂപയാണ് വന്നത്. അപ്പം ഞാൻ 250 പറഞ്ഞത് 500ആണ്. അപ്പോൾ സാറേ ഇത് 250 അല്ലല്ലോ, 500 സാറേ, നിങ്ങൾ 250 അല്ല പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇത്, ഞാൻ 250 തരാം, നിങ്ങൾ ഇത് കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ നീ അക്ഷയ് പോയി അടച്ചു പറഞ്ഞു. അക്ഷയ് പോയി നീ അടച്ചു പറഞ്ഞു. അല്ല സാറേ, അങ്ങനെ പറയില്ല, നിങ്ങൾ പോവല്ലായിരുന്നു സാറേ. അയാൾ പോയപ്പോൾ ഞാൻ കൂടെ പോയി. അപ്പോഴാണ് അയാൾ അടിക്കുന്നത്. എത്ര തവണ അടിച്ചു? 2-3 പ്രാവശ്യം 4 പ്രാവശ്യം അടിച്ചു. എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ ആ ഒറ്റ അടിയിൽ തന്നെ എനിക്കാകെ തരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് മുഖത്തടിച്ചു. ഇവിടെ കൊണ്ടത് ഫസ്റ്റില്. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാൻ കയ്യേറ്റൊക്കെ തടുത്തു. പിന്നെ വേറെ പോലീസുകാരൻ വന്ന് കോൺസ്റ്റബിൾ വന്ന് പിടിച്ചു വെച്ചു. ഇയാൾ ഡ്രൈവറാണ്, വണ്ടിയിലെ കോൺസ്റ്റബിൾ ഡ്രൈവറാണ്. പിറകിലുണ്ടായിരുന്ന വണ്ടിയിലുള്ള ആളുകളാണ് വീഡിയോ എടുത്തത്. അവരാണ് വീഡിയോ എടുത്തത്. അവർ ഓൾറെഡി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സന്ദർഭമാണത്. അപ്പോൾ പിന്നെ അവർ ആദ്യം കിട്ടിയത് അവർക്ക് കണ്ടിട്ടില്ല. പിന്നെയാണ് അവര് തിരിച്ച് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ അടിക്കുന്ന പിടിച്ചു വെക്കാനൊക്കെ ഇവരെ പിടിച്ചു വെക്കാനൊക്കെ വരുന്നുണ്ട്. എന്താ അടിക്കുന്നതൊക്കെ ചോദിച്ചാൽ അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ വീണ്ടും വണ്ടിക്ക് തന്നെ പോയി. അതായത് നിങ്ങൾക്ക് അടി കിട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോക്ക് മുന്നേ തന്നെ അടിച്ചിട്ട് ആദ്യം ഒരു അടി അടിച്ചു, അത് ഇവർ കണ്ടിട്ടില്ല. പിന്നെയാണ് ഈ വീഡിയോയിലുള്ളത് ഇവര് ആണത്. ഞാൻ എന്നിട്ട് എൻ്റെ ചെരുപ്പ് പൊട്ടി, ഷർട്ട് കൊടുക്കൊക്കെ പൊട്ടി. ഇവിടെ ഒരു പാടുണ്ടായിരുന്നു, ഇങ്ങനെ ഷർട്ട് വലിച്ചപ്പോൾ അയാൾ കൊളർന്ന് പിടിച്ച് വലിച്ചപ്പോൾ, അതായത് ഒരു കള്ളനെയും കൊള്ളക്കാരൊക്കെ പിടിക്കുന്ന പോലെ അങ്ങനെയാണ് എന്നെ ഇതായത്. അപ്പം ഞാൻ പേടിച്ച് വണ്ടി കയറി. ആദ്യമായിട്ടാണ് പോലീസ് ജീപ്പ് കയറ്റി, അല്ല എൻ്റെ വണ്ടിയിൽ കയറി. അപ്പോൾ ഇയാൾ വന്ന് ഈ ക്യാമറ എടുത്താളി, നീ അങ്ങോട്ടാ പോകണം, നിനക്ക് അടി കിട്ടിയിട്ട് നീ പോവുക, എന്താ നീ ചെയ്യേണ്ടത്, ഇവരിങ്ങനെ അടിക്കാൻ പാടുണ്ടോ അവരൊക്കെ. അപ്പോഴും ആ വീഡിയോ ആണ് പിന്നെ കാണുന്നുണ്ട്.
അങ്ങനെയൊക്കെ ഇതായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു വന്ന് അപ്പോൾ വണ്ടിയിലുള്ളവരും ഇറങ്ങി, അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. പിന്നെ എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. എന്നോട് വേറെ പോലീസുകാർ വന്നു, വേറെ SI ഒക്കെ വന്നു വണ്ടിയിൽ, ഓല വണ്ടിയിൽ പോലീസ് ജീപ്പിൽ വന്ന് SI ഒക്കെ വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ വണ്ടി എടുക്കാൻ അയച്ചില്ല, എൻ്റെ ഗാർഡുമാരും ഓഫീസേഴ്സൊന്നും. അപ്പോൾ വണ്ടി ക്യാഷ് ഉള്ളതാണ്, അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ചാവിയൊന്നും ഞാൻ കൊടുക്കാതെ ചാവി അവർ വെച്ചു. അങ്ങനെ ഞാൻ അപ്പോൾ ഇവർ പിന്നെ എന്നെ നീ സ്റ്റേഷനിക്ക് പറഞ്ഞു കണ്ട് ഒന്നുമില്ല സ്റ്റേഷനിക്ക് ഇവിടെ തന്നെയാണ് സ്റ്റേഷന് കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ ബാക്കിലെ പോലീസ് ജീപ്പിന്റെ പിറകിൽ കയറ്റി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ടായത്. പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്കാകെ അത് കണ്ടപ്പോൾ എനിക്കാകെ നമ്മൾ ഈ പ്രതികളെയും കേസും മറ്റേ കഞ്ചാവും MDM ഒക്കെ പിടിച്ചവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ TV-ലും ഇങ്ങനെ. അപ്പോഴേക്ക് ഈ പൈസയുള്ള പണമുള്ള വാഹനം അവിടെ സൈഡിൽ നിർത്തി. അപ്പൊ എന്നെ ചാവി നമ്മളെ ആളെടുത്തുണ്ട്. പിന്നെ അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ട് എന്താ അവർ ചെയ്തത്? സ്റ്റേഷനിൽ എത്തിയിട്ട് അവർ എൻ്റെ ഫോണൊക്കെ വാങ്ങി വെച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ എനിക്കാകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഫോണില്ല, അതിൻ്റെ ജ്യേഷ്ഠനും അവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലൊരു ആളുണ്ടായിരുന്നു, അയാളെ വിളിച്ചു. അതുകൊണ്ട് അയാളും അകനും വന്നു കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞേക്കും. അത്ര സമയം അവിടെ നിന്ന്. അപ്പോൾ എന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച അല്ലേ, പിന്നെ നല്ല മഴയും പെയ്തപ്പോൾ അങ്ങനെ പിന്നെ CIന്റെ റൂമിലേക്ക് ഈ സാറ് പോകുന്നു കണ്ടു, നമ്മളടിച്ച സാറ്. അവര് എന്താ സംസാരിച്ച് എനിക്കറിയില്ല. പിന്നെ എന്നെ വിളിപ്പിച്ചു, ഇങ്ങനെയാണ് സംഭവം, എന്താണ് സത്യം പറഞ്ഞു, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ, എനിക്ക് ഭയം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് എന്ത് പറഞ്ഞിട്ട് പരാതിയില്ലാന്ന് എനിക്കൊരു പരാതിയില്ലാന്ന് എഴുതി വാങ്ങിച്ചു, ഒപ്പിട്ട് വാങ്ങിച്ചു. ഞാൻ തന്നെ എഴുതിയത്, എൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ച് എൻ്റെ ആധാറിന്റെ കോപ്പി അവര് വാങ്ങി വെച്ചു. ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്, അതായത് പോലീസ് സ്റ്റേഷനിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സംഗതിക്ക് കയറുന്നത്. ഇന്നേ വരെ വേറെ ആളൊപ്പം പോയിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോലീസ് ജീപ്പിലും കയറുന്നതും സ്റ്റേഷനിൽ കയറുന്നതും. ഇനിയിപ്പം ഇതിനകത്ത് പരാതി നമ്മൾ കൊടുക്കുന്നുണ്ട്. പരാതി ഇപ്പോൾ ഒന്ന് SP ഓഫീസിലോട്ട് പോകുന്നുണ്ട്, പിന്നെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്നലെ. ഈ അടി കിട്ടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും ഇവിടെ. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, ആകെ ടെൻഷനൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇവിടെ ഒരു ചെറിയ അത് പിന്നീടാ കണ്ടത്. ഇവിടെ ഇങ്ങനെ ഷർട്ട് പിടിച്ച് വലിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത് കുളിച്ചപ്പോഴാണ് കണ്ടത്, നീറിയപ്പോൾ. ഈ വീഡിയോ എടുത്തത് ആരായിരുന്നു? അയാൾ ഇന്നലെ ബന്ധപ്പെട്ടു. ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവര് പറഞ്ഞു, അയാൾ വിളിച്ച് പറഞ്ഞ ആളെ പരാതിയൊന്നും ഇല്ല, ഞങ്ങൾ തീരുമാനമാക്കിക്കണമെന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് പേടിച്ച് ഇനി ഇയാൾക്കൊരു പ്രശ്നം വേണ്ട, ഏത് ഇന്നെക്കൊണ്ട് ഇയാളെ പോലീസിന് യാതൊരു ബുദ്ധിമുട്ടും വേണ്ട, നമ്മളിത് ഏതായാലും അടി കിട്ടി. ഞാൻ അയാളോട് നല്ല രീതിയിൽ കൈ കൊടുത്ത് കണ്ടാ പോകുന്നത്. ഞാൻ എനിക്ക് അങ്ങനെ ഒരാളെ ഇതാണ്ട ആളല്ല ഞാൻ. അത്രയും. എത്ര മണിക്കൂർ സമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയവര്? 1 മണിക്കൂറിൽ അധികം ഇരുന്നോക്കും. അത് ഈ പിന്നെ ആ സമയത്ത് വണ്ടി അവിടെ ആയിരുന്നു പുറത്ത്. വണ്ടി നമ്മളെ ചെസ്റ്റ് ഒരു ഓഫീസർ വന്നു, അയാള് ചാവി എടുത്ത് അയാള് വണ്ടി സൈഡാക്കി, അയാള് അവിടെ നിന്നു. പിന്നെ ഞാൻ വണ്ടി എടുത്ത് നമ്മളെ ചെസ്റ്റില് കൊണ്ടുപോയി വെച്ച് ഞാൻ എന്റെ വീട്ടിൽ പോന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ വീട്ടുകാരൊക്കെ ആകെ എന്നോട് ദേഷ്യപ്പെട്ടത്, എന്ത് ചെയ്തത്, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ആ ടെൻഷനിൽ അങ്ങനെ അവിടുന്ന് പോന്നു. ഇവര് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി ഇതാക്കിയപ്പോൾ ഞാനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കുട്ടിയൊക്കെ ഒരു 4 കൊല്ലം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായതാണ്. അപ്പം എനിക്ക് ആ ടെൻഷൻ, കുട്ടി ചെറുതാണ്, ഞാൻ കുടുങ്ങി കഴിഞ്ഞാൽ അവര് ഇതാവും എന്നൊക്കെയുള്ള ടെൻഷൻ. അതായത് ഏതൊരു സാധാരണക്കാരനാണ് ടെൻഷൻ. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു പോലീസുകാരനും ഇത്തരത്തിൽ നിങ്ങളുടെ മേൽ കൈവെക്കാനുള്ള ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ കാക്കിയിട്ടില്ലെങ്കിൽ അതിന് ഫൈൻ അടക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള ഒരു അധികാരമില്ല. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് SP ഓഫീസിലോട്ട് പരാതി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നവരാണെന്നത്. സാധാരണക്കാരനായ ഒരാളാണ്, ഒരു 10-15,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തൊരു സാധാരണക്കാരനുണ്ടായ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത്. അതായത് കാക്കിയിട്ടില്ല, അതിന് ഫൈൻ ഈടാക്കുന്നു. പിന്നീട് ആ ഫൈൻ തുക കുറച്ച്, സാധാരണ നമ്മളൊക്കെ അങ്ങനെ പറയുന്നതാണ്, എന്തെങ്കിലും കുറച്ച് തരണം സാറേ എന്നുള്ളത്. അതിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു ക്രിമിനലിനെ പോലെ വാഹനത്തിൽ പോലീസ് ജീപ്പിലിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക
ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നീട് ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്ന് എഴുതി വാങ്ങുന്നു. ഇത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പോലീസുകാരനെതിരെ ഇപ്പോൾ പ്രാഥമികമായി താൽക്കാലികമായൊരു സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഇദ്ദേഹത്തെ താൽക്കാലികമായി സ്ഥലം മാറ്റി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കൊണ്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.